റഷ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ തീരുവ മുന്നറിയിപ്പിനെ പ്രശംസിച്ച് യുക്രൈൻ പ്രസിഡന്റ്. അമേരിക്ക സൈനിക ഉപകരണങ്ങൾ യുക്രൈനിലേക്ക് അയക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനും സെലൻസ്കി നന്ദി അറിയിച്ചു. തന്റെ ഔദ്യോഗിക എക്സ് പോസ്റ്റിലൂടെയായിരുന്നു യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രതികരണം. കീവിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി പ്രസിഡന്റ് ട്രംപ് നൽകുന്ന പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാത്തത് റഷ്യ കാരണമാണ്. അത് അവസാനിപ്പിക്കാൻ പുടിൻ ശ്രമിക്കുന്നില്ല. അവർ യുദ്ധത്തെ നിസ്സാരവത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു. ഒരിക്കലും അതിന് സമ്മതിക്കരുത്. സമാധാനം കൈവരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാധാരണ ജനങ്ങളുടെ ജീവനെടുക്കുന്ന റഷ്യൻ നയത്തെ തടയാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യണം. ശക്തിയിലൂടെ മാത്രമേ സമാധാനം നേടിയെടുക്കാൻ കഴിയുള്ളൂവെന്നും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയുടെ ധനസഹായം നിർത്തലാക്കണമെന്നും ഇറാനുമായും ഉത്തര കൊറിയയുമായും റഷ്യ തുടരുന്ന ബന്ധം ഇല്ലാതാക്കണമെന്നും സെലൻസ്കി പ്രതികരിച്ചു. യുക്രൈനിലെ ഉദ്യോഗസ്ഥർ അമേരിക്ക, ജർമ്മനി, നോർവേ എന്നിവരോട് നന്ദി പറയുകയും ചെയ്തു. അമേരിക്കയുമായുള്ള പ്രധാന പ്രതിരോധ കരാറുകൾ ആരംഭിക്കുമെന്നും വ്യക്തമാക്കി. സമാധാനം പുനഃസ്ഥാപിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഏതൊരു തീരുമാനത്തെയും യുക്രൈൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യയാണ് അതിന് തയ്യാറാവാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിൽ പങ്കുവച്ച വീഡിയോ പോസ്റ്റിലൂടെയായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. 50 ദിവസത്തിനുള്ളിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ തീരുവ ഉയർത്തുമെന്ന് റഷ്യയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങൾ 2ാം ഘട്ട താരിഫ് നടപടികളായി മുന്നോട്ടു പോവുകയാണ്. യുക്രൈനെതിരായ യുദ്ധകാര്യത്തിൽ 50 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണം. അല്ലാത്ത പക്ഷം കടുത്ത നടപടിയുണ്ടാകും. റഷ്യക്കെതിരെ 100% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്.